കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷമർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറെ കാലമായിരിക്കുന്നു എന്നറിഞ്ഞ് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. ഈ വാക്യങ്ങൾ നമുക്ക് ഏവർക്ക് പരിചിതമാണ്. യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് അതിൻ്റെ ആരംഭ സമയത്ത് കുളക്കരയിൽ നടക്കുന്ന ഒരു സൗഖ്യത്തെക്കുറിച്ചാണ് അല്ലേ. അപ്പോൾ നമ്മൾ വായിക്കുന്നത് ബെഥസ്ത എന്ന് എബ്രായ പേരുള്ള ഒരു കുളം ഉണ്ടായിരുന്നു. അതിനകത്ത് 5 മണ്ഡപമുണ്ട്. അതിനകത്ത് വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ ഇങ്ങനെ ഒരു വലിയൊരു കൂട്ടം വെള്ളത്തിൻ്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. അതാത് സമയത്ത് ഒരു ദൂതൻ ഇറങ്ങി വന്ന് വെള്ളം കലക്കും. അതിൽ വീഴുന്ന ആദ്യ രോഗി ആരാണോ അവർ സൗഖ്യമാകും. എന്നാൽ 38 ആണ്ടുകൊണ്ട് ഒരാൾ അവിടെ കിടക്കുകയാണ്. 38 ആണ്ടുകൊണ്ട് ഈ കാലമത്രയും വന്ന ദൂതന്മാർ കുളം കലക്കുന്നുണ്ട്. അനേകർ വിടുവിക്കപ്പെട്ട് മടങ്ങിപ്പോകുന്നുണ്ട്. പക്ഷേ ഈ മനുഷ്യന് മാത്രം സൗഖ്യമില്ല. യേശു അവൻ്റെ അടുക്കൽ വന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. അപ്പോൾ നമ്മുടെ കിടപ്പ് കാണുമ്പോൾ ദൈവത്തിന് അറിയാം ഇതിനകത്ത് വിടുതൽ വരാൻ സാധ്യതയുണ്ടോ. എന്തുകൊണ്ട് അർത്ഥം, നമ്മൾ ദൈവത്തോട് കാണിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതികളോട് നമ്മൾ കാണിക്കുന്ന ഒരു ഇടപെടലാണ് നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടു വരുന്ന വിടുതലിൻ്റെ ആഴം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇവിടെ ഇത്രയും ദൂതന്മാർ ഓരോ കാലങ്ങൾ ഓരോ സമയങ്ങൾ വന്ന് വെള്ളം കലക്കുന്നു. അതിനകത്ത് വീഴുന്ന രോഗികൾ സൗഖ്യമായിട്ടും ഇവൻ്റെ കിടപ്പ് കണ്ടിട്ട് യേശു കർത്താവ് ചോദിക്കുകയാണ്, ഇങ്ങനെ ഏറെ കാലമായിരിക്കുന്നു എന്നും അറിഞ്ഞു. 2 കാര്യമാണ് കൊണ്ട്. ഒന്ന്, അവൻ്റെ കിടക്കുന്നത് യേശു കണ്ടു. 2, അവൻ ഏറെ കാലമായിരിക്കുന്നു എന്ന് അവൻ അറിയുകയാണ്. ഇത് രണ്ടും, 1 കണ്ടു, 2 അറിഞ്ഞു. ഇത് രണ്ടും അവസ്ഥകൾക്ക് ശേഷം യേശു പറഞ്ഞു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കുന്നൊരു ഭാഗത്ത് നമുക്കവിടെ കാണാൻ കഴിയും. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പരിശുദ്ധാത്മാവിൽ പറയാം, നമ്മുടെ ജീവിതത്തിൻ്റെ മേഖലകളെ ചേഞ്ച് ചെയ്യാൻ ദൈവത്തിന് കഴിയും. നമ്മുടെ ശരീരത്തിലോ മനസ്സിലോ ജീവിതത്തിൻ്റെ ഏത് മേഖലയിലാണെങ്കിലും വിടുതലയക്കാൻ കർത്താവിന് കഴിയും. എന്നാൽ കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിനക്കതിൽ മനസ്സുണ്ടോ? സ്തോത്രം. നമ്മുടെ മനസ്സാണ് ദൈവത്തിൻ്റെ വിടുതലിൻ്റെ ആഴമെന്ന് പറയുന്നത്. നമുക്കറിയാം, ചില മേഖലകളിൽ ഒരുപക്ഷെ വ്യക്തികളാകാം, സമൂഹമാകാം, അല്ല ദൈവത്തിൻ്റെ ഇടപെടലിനനുസരിച്ച് ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ച് പോകാൻ കഴിയാതെ ഇല്ലെങ്കിൽ അവരുടെ മനസ്സ് ചേഞ്ച് ചെയ്യാൻ കഴിയാതെ ഇന്നും അതിനകത്ത് ഹോൾഡ് ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല. മാറ്റങ്ങൾ സംഭവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ഹിതത്തിൻ്റെ പുറകെ നമ്മൾ യാത്ര ചെയ്യുവാൻ തക്കവണ്ണം ഇടവരണം. അതാണ് റോമാലേഖനം 12-ാം അധ്യായം വായിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി എന്ത് ചെയ്യണം? രൂപാന്തരപ്പെടണം. അപ്പോൾ പുതുക്കമില്ലാത്ത മനസ്സുള്ളത് കൊണ്ടാണ് പലപ്പോഴും എന്ത് ചെയ്യാൻ പറ്റാതെ ദൈവഹിതം നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, മനസ്സോടെ ദൈവഹിതത്തിൻ്റെ പുറകെ യാത്ര ചെയ്യുവാൻ നമ്മൾ ഒരുക്കമാണെങ്കിൽ നിശ്ചയമായിട്ട് കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഈ സന്ദേശത്തിനാട് സ്തോത്രം. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങളിൽ തരികയാണ്. അവിടുന്ന് ചെറുകടിയും മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്താട്ട് സമസ്ത മേഖലകളെയും ഏൽപ്പിക്കുന്ന മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.